പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുന്നത് ഫോസ്ഫറസ് സൈക്കിളിനെ കുറിച്ചായിരുന്നു. നമുക്കറിയാം ഫോസ്ഫറസ് സൈക്കിൾ എത്രമേൽ നമ്മുടെ എൻവയോൺമെന്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഹ്യൂമൻ ബോഡിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലാന്റ് ബോഡിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകൾ ഏത് ബയോളജിക്കൽ സിസ്റ്റത്തിലും സിഗ്നിഫിക്കൻ്റ് ആണ്. ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന്റെ ബേസിക് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫോസ്ഫറസ് സൈക്കിളിൽ നിന്ന് തുടങ്ങുന്നതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ നമുക്കറിയാം സീഡ് ജെർമിനേഷൻ ആണെങ്കിലും ഓർഗാനിസത്തിന്റെ പ്രോട്ടീൻ പ്രൊഡക്ഷൻ ആണെങ്കിലും ഏത് പ്രോസസ് വാട്ട് എവർ ഇറ്റ് മേ ബി ഐദർ catabolism or anabolism, we can say that the ATP or phosphate groups are highly significant as far as their reactions are concerned. അപ്പൊ ആ അർത്ഥത്തിൽ ഫോസ്ഫറസ് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് നമുക്കറിയാം. അങ്ങനെയാണ് നമ്മൾ ഫോസ്ഫറസിനെ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നത്. Now the next one is the most important cycle called nitrogen cycle. നമുക്കറിയാം നൈട്രജൻ സൈക്കിൾ എന്തുകൊണ്ടാണ് സിഗ്നിഫിക്കൻ്റ് ആവുന്നത്. നമുക്കറിയാം നൈട്രജൻ ഈസ് പ്രസന്റ് ഇൻ അറ്റ്മോസ്ഫിയർ ആസ് N2 ഇൻ ലാർജ് എമൗണ്ട്. അല്ലെ, അന്തരീക്ഷത്തിൽ ഏകദേശം 78.08% നൈട്രജൻ ഉണ്ട്. ഇറ്റ് ഈസ് ഫിക്സ്ഡ് ഐദർ ബൈ ഫിസിക്കൽ പ്രോസസ് ഓഫ് ലൈറ്റനിങ് ഓർ ബയോളജിക്കലി ബൈ സം ബാക്ടീരിയ ലൈക്ക് റൈസോബിയം, അസറ്റോബാക്ടർ ആൻഡ് സയനോബാക്ടീരിയ. അല്ലെ, അന്തരീക്ഷത്തിൽ ഇത്രമേൽ നൈട്രജൻ ഉണ്ടെങ്കിൽ പോലും ഈ നൈട്രജൻ 1% പോലും നമുക്ക് അവൈലബിൾ ആവില്ല വിത്തൗട്ട് ദ കൺവേർഷൻ ഓഫ് നൈട്രൈറ്റ് ഓർ നൈട്രേറ്റ് ഓർ അമോണിയ. അങ്ങനെയുള്ള നൈട്രൈറ്റും അമോണിയയും ഒക്കെ ആക്കി മാറ്റുന്നത് പ്രധാനപ്പെട്ട ഫിസിക്കൽ പ്രോസസ്സിലും ബയോളജിക്കൽ പ്രോസസ്സും ഒക്കെ വഴിയാണ്. Nitrogen in the form of nitrates is taken up by plants and used in metabolism for biosynthesis of amino acid. എന്തിനാണ് നൈട്രജൻ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? നൈട്രജൻ നൈട്രേറ്റ് ആക്കി മാറ്റുന്നതും അമോണിയ ആക്കി മാറ്റുന്നതും ഒക്കെ നമുക്കറിയാം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ലൈക്ക് അമിനോ ആസിഡ് സിന്തസിസ്, പ്രോട്ടീൻ സിന്തസിസ് എക്സെട്ര. അങ്ങനെ ഇതെല്ലാം നമുക്കറിയാം. ഞാൻ അത്ര ഡീറ്റെയിലേക്ക് ഈ ഒരു തിയറി വായിക്കുന്നില്ല. ഇതെല്ലാം നിങ്ങൾ പഠിച്ചത് മാത്രമാണ്. പഠിച്ചതിനെ ഒന്ന് സമ്മപ്പ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. See, these are also used for the synthesis of amino acid, proteins, vitamins, etc. and passes through the food chain. അല്ലെ, പലതരത്തിലുള്ള ഫുഡ് ചെയിനിലൂടെയും ഇത് പാസ് ചെയ്യപ്പെടുന്നു. After death of plant and animal, the organic nitrogen in dead tissue is decomposed by several group of nitrifying bacteria which convert them into ammonia, nitrite and nitrates, which are again used by plants. അങ്ങനെ വീണ്ടും നമ്മൾ ഡീനൈട്രിഫിക്കേഷനും അതേപോലെ നൈട്രിഫിക്കേഷനും ഒക്കെ കഴിഞ്ഞ് അത് ഡീകമ്പോസ് ചെയ്യപ്പെട്ടിട്ട് വീണ്ടും അത് പല രീതിയിലുള്ള കോമ്പണന്റ് ആയി മാറുന്നു. വിച്ച് ആർ അഗെയിൻ യൂസ്ഡ് ബൈ പ്ലാന്റ്സ്. അത് വീണ്ടും പ്ലാന്റ് യൂസ് ചെയ്യുന്നു. സം ബാക്ടീരിയ ദാറ്റ് ഈസ് ഡീനൈട്രിഫൈങ് ബാക്ടീരിയ കൺവേർട്സ് nitrates into molecular nitrogen or nitrogen under anaerobic condition, which is released back into atmosphere and the cycle go on. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വന്നത് അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ പല രീതിയിൽ കൺവേർട്ട് ചെയ്യപ്പെടുകയും കൺവേർഷന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള പ്രൊഡക്റ്റുകളും ഈ ഒരു പർട്ടിക്കുലർ സൈക്കിൾ വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. മറ്റുള്ള സൈക്കിളിനേക്കാളും കൂടുതൽ സിഗ്നിഫിക്കൻസ് നൈട്രജൻ സൈക്കിൾ ഉണ്ട്. അതായത് അത് വളരെ പ്രധാനപ്പെട്ട പല പ്രോസസ്സുകളിലും ഇൻവോൾവ് ആണ്. See, this is the nitrogen cycle. നൈട്രജൻ സൈക്കിൾ നമുക്കറിയാം. അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ എത്രയാണെന്ന് നമുക്കറിയാം. ആ നൈട്രജനെ നമ്മൾ പല രീതിയിലും കൺവേർട്ട് ചെയ്യപ്പെടുന്നു. പ്രധാനമായിട്ടും നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ വഴിയാണ്. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്നത് റൂട്ടിന്റെ നൊഡ്യൂൾ വെച്ചിട്ടാണ്. അത് ഏറ്റവും കൂടുതൽ നടത്തുന്നത് നമുക്കറിയാം ലെഗ്യൂമിനസ് പ്ലാന്റ് ആണ്. ഞാൻ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾ 5th സെമസ്റ്ററിൽ മൈക്രോബയോളജിയുടെ പേപ്പറിൽ ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ, കെമിസ്ട്രി ഓഫ് നൈട്രജൻ ഫിക്സേഷൻ ഒക്കെ. ഞാനിവിടെ പറഞ്ഞത് അന്തരീക്ഷത്തിലെ ഈ പ്രോസസ് നടത്തുന്നത് വെറും കെമിക്കൽ ആക്ടിവിറ്റി മാത്രമല്ല, ഇത് എൻവയോൺമെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ ആണ്. ദാറ്റ്സ് വൈ ദിസ് സൈക്കിൾ ഈസ് ഹൈലി സിഗ്നിഫിക്കന്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സൾഫർ സൈക്കിൾ. As we know, sulfur occurs both in free state as well as sulfides and sulfates as PbS, ZnS, BaSO4, etc. Sulfur is very essential element for the living organism for synthesizing amino acid
enzymes, cofactors and certain vitamins. സൾഫർ വളരെ പ്രധാനപ്പെട്ട എലമെന്റ് ആണ് നമുക്കറിയാം. ഈ സൾഫറിന്റെ പ്രസൻസ് പലപ്പോഴും പല രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. The buffering of fossil fuel and volcanoes releases H2S and SO2 gas in atmosphere, which ultimately returns to the soil as sulfuric acid along with the rain, forming sulfate compounds. Sulfur in the form of sulfate is absorbed by plants. The elemental sulfur converted into sulfates is also released into the soil through weathering of some sulfates containing rocks. ഇപ്പോൾ സൾഫർ പല രീതിയിലും എൻവയോൺമെന്റിൽ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ റിലീസ് ചെയ്യപ്പെടുന്ന സൾഫറിന്റെ വളരെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ആള് റോക്കാണ് എന്ന് നമുക്കറിയാം. റോക്ക് എന്ന് പറയുന്നത് എൻവയോൺമെന്റിന്റെ ഭാഗമാണ്. എൻവയോൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള റോക്ക് പല രീതിയിലുള്ള പ്രോസസ്സിന് വിധേയമായിട്ടാണ് സൾഫർ റിലീസ് ചെയ്യപ്പെടുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് എൻവയോൺമെന്റ് ഈസ്, നമ്മൾ എപ്പോഴും പറയുന്നത്, കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഈ ഓരോ സൈക്കിളിലും സൾഫർ ആണെങ്കിലും നൈട്രജൻ ആണെങ്കിലും ഒക്കെ each and every cycle is under the influence of environment. That is our point. See, this is actually the sulfur, sulfate നോക്കൂ നിങ്ങൾ, heterotrophic bacteria which involve the production of H2S അല്ലേ, and also the production of sulfate. So sulfate വീണ്ടും അറ്റ്മോസ്ഫിയറിലേക്ക് വരികയും, so we can say that നമ്മളൊരു സൈക്കിളായിട്ട് പഠിക്കുന്ന ഏതൊരു പ്രോസസ്സും it is under the influence of environment. So we are connecting each and every cycle are under the control of environment. കുറച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള സൈക്കിളാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ ഓരോ സൈക്കിളിന്റെയും പ്രത്യേകത. The next one is oxygen cycle. നമുക്കറിയാം ഓക്സിജൻ എത്രത്തോളം പ്രഷ്യസ് ആയ ഒരു എലമെന്റ് ആണ് നമുക്കറിയാം അല്ലെ. Even though it is a gas, we can say that it is highly influential to entire organism. Atmosphere contain about 21% of oxygen. Almost all living organism need oxygen. എല്ലാ ഓർഗാനിസത്തിനും ഓക്സിജൻ ആവശ്യമാണ്. They use oxygen during the process of creating energy or process of photosynthesis. Just as water move from sky to earth and back into hydrological cycle, oxygen is also cycled through the environment. പല രീതിയിലും environmental cycle ചെയ്യുന്നത്. Plant mark the beginning of oxygen cycle. Plant produces oxygen during the process of photosynthesis. Animal from form the other half of the oxygen cycle. They breathe oxygen, so the oxygen created in plants are used up by animals. There is continuous exchange of oxygen between the atmosphere and all water surface on the earth. The total amount of oxygen in the biosphere is relatively constant, so that the oxygen cycle may get stable. അപ്പോൾ ഓക്സിജൻ എപ്പോഴും സ്റ്റേബിൾ ആയി നിൽക്കുന്നതിന്റെ കാരണം എന്താണ്? There is a continuous exchange of oxygen between the atmosphere and all water surface on the earth. The total amount of oxygen in the biosphere is relatively constant, so that the oxygen cycle may get stable. This is oxygen cycle. See, atmospheric oxygen അല്ലെ, പ്ലാന്റിന് റെസ്പിറേഷൻ നടത്തും, ആനിമൽ റെസ്പിറേഷൻ നടത്തും അല്ലെ. എന്ത് റെസ്പിറേഷൻ നടത്തുമ്പോൾ നമുക്കറിയാം that need the most important compound called oxygen അല്ലെ. ഫോട്ടോസിന്തസിസ് വഴിയാണ് ഓക്സിജൻ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നത്. ഈ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്ന ഓക്സിജൻ വീണ്ടും പല രീതിയിലുള്ള റെസ്പിറേറ്ററി പ്രോസസ്സിന് എടുക്കുന്നു എന്നുള്ളതാണ്. We know that ഓക്സിജൻ വഴി അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ എടുക്കുന്നു, ഓക്സിജൻ റെസ്പിറേഷനിലോട്ട് എത്തുന്നു, അത് വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു, അത് വീണ്ടും ഫോട്ടോസിന്തസിൽ എത്തുന്നു. സോ ദി സൈക്കിൾ ഈസ് കണ്ടിന്യൂസ്ലി ഹാപ്പനിങ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഓക്സിജൻ. This is actually the oxygen cycle. Okay, നമുക്കറിയാം ഓക്സിജൻ അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നത് ഏത് പ്രോസസ്സിലാണ് അല്ലെ. വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് H2O സ്പ്ലിറ്റ് ചെയ്യുന്നു, H2O സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ പ്രോട്ടോണായി മാറുകയും ഓക്സിജൻ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ആ ഓക്സിജൻ ആണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. വേറെയും കുറെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, അത്ര ഡീറ്റെയിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ. സോ നമ്മൾ ഇതുവരെ പറഞ്ഞത് പലതരത്തിലുള്ള സൈക്കിൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഓരോ സൈക്കിളിനും ഓരോ തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇപ്പൊ സൾഫറിന്റെ കോൺട്രിബ്യൂഷൻ സൾഫറിന് റിലീസ് ചെയ്യുന്നു, ഓക്സിജൻ സൈക്കിളിന്റെ കോൺട്രിബ്യൂഷൻ ഓക്സിജൻ റിലീസ് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡിന്റെ സൈക്കിളിന്റെ കോൺട്രിബ്യൂഷൻ കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ ഓരോ ആളുകളും ഓരോ തരത്തിലുള്ള എലമെന്റുകളെ റിലീസ് ചെയ്യുന്നു.
അങ്ങനെ റിലീസ് ചെയ്യുന്ന എലമെന്റുകൾ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാക്കുന്നതാണ് അല്ലെ എക്കോസിസ്റ്റത്തിൽ ഉണ്ടാക്കുന്നതാണ് എനർജി ഫ്ലോ. സോ വാട്ട് ഈസ് ആക്ച്വലി ദ എനർജി ഫ്ലോ ഇൻ ദ എക്കോസിസ്റ്റം? Biological activities requires energy which ultimately come from the sun. Solar energy is transformed into chemical energy by process of photosynthesis. This energy is stored in plant tissue and then transformed into heat energy during metabolic activities. ഞാനിതിവിടെ പറയുന്നത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾ ഇത് തന്നെ എക്സാമിന് പഠിച്ചാൽ മതി എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ തിയറി ഇങ്ങനെ വാതിൽ പറഞ്ഞു പോകുന്നതിനേക്കാൾ നല്ലത് ചില പോയിന്റുകൾ ഞാൻ ഇവിടെ സ്ലൈഡിൽ ഇടുന്നത്. യു ക്യാൻ യൂസ് ദിസ് പോയിന്റ്. വളരെ ബ്രീഫ് ആയിട്ടാണ്. നമ്മൾ സാധാരണ നൈട്രജൻ സൈക്കിൾ ഒരു 10 സ്ലൈഡിൽ പറയുമ്പോൾ ഒറ്റ സ്ലൈഡിൽ ഞാൻ പറയുന്നത് എല്ലാ പോയിന്റും ഒന്നിൽ ഒതുക്കിയിട്ട് യു ഹാവ് ടു ഹാവ് എ പർപ്പസ് ഫോർ യൂട്ടിലൈസേഷൻ ഇൻ യുവർ എക്സാമിനേഷൻ. Thus, in biological world, the energy flow from the sun to plant and then to all heterotrophic organism. അല്ലേ, പലപ്പോഴും എൻ്റെ പുസ്തകത്തിൽ നടക്കുന്നതാണ്. The flow of energy is unidirectional and non-cycling. This one-way flow of energy is governed by law of thermodynamics, which states that energy can neither be created nor be destroyed, but may be transformed from one form to another. During the energy transfer, there is a degradation of energy from a concentrated form, that is mechanical, chemical or electrical, etc., to a dispersed form. No energy transformation is 100% efficient. It is always accompanied by some dispersion or loss of energy in the form of heat. Therefore, biological system including ecosystem must be supplied with energy on a continuous basis. അപ്പൊ എല്ലാ എൻവിറോൺമെന്റിലും എനർജി കണ്ടിന്യൂസ് ആയിട്ട് സൈക്കിൾ ചെയ്യുന്നുണ്ട്. ആ സൈക്കിൾ ചെയ്യുന്ന അവസ്ഥയെയാണ് നമ്മൾ എനർജി ഫ്ലോ എന്ന് പറയുന്നത്. സോ എനർജി ഫ്ലോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ ആസ് ദ എൻറ്റയർ എക്കോസിസ്റ്റം ആക്ടിവിറ്റീസ് ആർ കൺസേൺഡ്. അല്ലെ, നോക്കൂ നിങ്ങൾ, നോ എനർജി ട്രാൻസ്ഫോർമേഷൻ ഈസ് 100% എഫിഷ്യൻ. ഒരു എനർജി ട്രാൻസ്ഫോർമേഷനും 100% എഫിഷ്യൻ്റ് അല്ല. It is always accompanied by some dispersion or loss of energy in the form of heat. Therefore, biological system, including ecosystems, must be supplied with energy on continuous basis. അതെപ്പോഴും ഒരു കണ്ടിന്യൂസ് ബേസിലാണ് ഇത് സപ്ലൈ ചെയ്യേണ്ടത്. See, energy flow in an ecosystem. നമുക്കറിയാം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില ഫ്ലോകളുണ്ട്. ഒന്ന് സൺ, അല്ലേ, then producers heat ആണ്, inorganic nutrient pool, then consumers, decomposers heat. അപ്പൊ ഈ പറയുന്ന ആളുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എക്കോസിസ്റ്റത്തിൽ എനർജി ഫ്ലോ ചെയ്യാൻ ഇൻവോൾവ് ചെയ്യപ്പെടുന്നുണ്ട്. മോഡൽസ് ഓഫ് എനർജി ഫ്ലോ ഇൻ എക്കോസിസ്റ്റം, കുറെ മോഡലുകൾ നമ്മൾ മുമ്പിൽ പറയേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു MSc ലെവലിൽ പറയുമ്പോൾ there are different type of model. ഒന്ന് നമ്മൾ പറയുന്നത് സിംഗിൾ ചാനൽ എനർജി ഫ്ലോ മോഡൽ. ഒരൊറ്റ ചാനലിലൂടെ എനർജി ഫ്ലോ ചെയ്യുന്നു. The flow of energy takes place in a unidirectional manner through a single channel of producers to herbivores and carnivores. The energy captured by autotrophs does not revert back to solar input but passes to herbivores, and that which passes to herbivores does not go back to autotrophs but passes to consumers. Due to one-way flow of energy, the entire system would collapse if primary source of energy were cut off. At each tropic level, there occurs progressive decrease in energy, which is mainly due to loss of energy as heat in metabolic reaction, and also some of the energy is utilized at each tropic level. ഒന്നുമില്ല, പറഞ്ഞിരിക്കുന്നത് ഇതൊരു ഡ്രൈ ടോപ്പിക് ആണ്. ഇത് പറയുമ്പോൾ നമുക്കറിയാം ഇത് വളരെ ഡ്രൈ ആണ്, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. മോഡൽ ഫോർ എനർജി ഫ്ലോ ഇൻ എക്കോസിസ്റ്റം ചിലപ്പോൾ MSc ചോദിക്കാം. നമ്മൾ പറയുന്നത് the flow of energy takes place in a unidirectional manner through a single channel of producers to herbivores and carnivores. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന കുറെ ആൾ നമുക്കറിയാം. ഭക്ഷ്യശൃംഖല ജാലം, ട്രോപ്പിക് ചെയിനും അറിയാം, അല്ലെങ്കിൽ ഫുഡ് വെബും അറിയാം, ഫുഡ് ചെയിനും അറിയാം. ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ഡയറക്ഷൻ ആണ്. ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വെബ് ആയിട്ട് വെബ്സൈറ്റ് പോലെ കണക്റ്റഡ് ആവുന്നു.
see a single channel of producers to herbivores and carnivores. The energy captured by autotrophs does not revert back to solar input but passes to herbivores. And that which passes to herbivores does not go back to